ഹായ് ഹലോ, ഇന്ന് ഞാൻ ബ്രെഡും കിഴങ്ങൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 ബ്രെഡ് ഇതാ കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതാ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. അതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു 2 കിഴങ്ങ് പുഴുങ്ങിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ലേശം കുരുമുളക് പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഞാൻ ചിക്കൻ ഇല്ലാത്ത ഒരു സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാ കിഴങ്ങും ബ്രെഡും എല്ലാതും കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മുടെ ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഇതാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു റോള് റസ്ക് പൊടിയിൽ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. എല്ലാ റോളും അതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച ഓയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു ഭാഗം നന്നായി വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക.